ഒക്കെ തയ്യാറായി കഴിഞ്ഞു അവിടെ? ശരിയാണ്, ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ശില്പങ്ങളെല്ലാം തന്നെ ഒരുങ്ങി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഭാഗത്ത് നിന്നും വലിയ രീതിയിൽ ചെണ്ടമേളങ്ങളും ഒക്കെ ഇവിടെ തുടങ്ങുന്നുണ്ട്. എന്തായാലും എല്ലാവരും ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ്. ഈ മേജർ രവി സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ആ ഒരു കുഞ്ഞു കൃഷ്ണന്മാരും രാധമാരും ഒക്കെ ആയി എല്ലാ കാലവും ഇരുന്നിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്ന് തോന്നിപ്പിക്കും വിധം തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒന്നും അറിയണ്ട, ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നടക്കുന്ന കുറേ കുട്ടികൾ അവരുടെ ആ ഒരു പ്രായത്തിൽ ഇത്രയും ആഘോഷമായിട്ട് അവർ കൃഷ്ണജയന്തിയൊക്കെ ആഘോഷിച്ച് ഈ ഒരു പ്രായം എന്നും അതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നമുക്കും തോന്നുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ ആഘോഷങ്ങളെല്ലാം ഇവിടെ ആരംഭിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഈ കൃഷ്ണന്മാരെല്ലാം ഇനിയും ഒരുപാട് പേരാണ് ഇനിയും വരാനുള്ളത്. ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ തുടക്കം മാത്രമാണ് ആയിട്ടുള്ളത്. കാരണം ഇനി ജോസ് ജംഗ്ഷനിലോട്ട് പോകുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും വന്ന കൃഷ്ണന്മാരും രാധമാരും ഗോപികമാരും എല്ലാം ഒരു ഭാഗത്ത് എത്തുകയും തുടർന്ന് ഒരു മഹാശോഭയാത്രയായിട്ടാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു വർണ്ണാഭമായിട്ടുള്ള കാഴ്ച തന്നെ ആയിരിക്കും. കാരണം ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കുറേ ആളുകൾ ഉള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും. കുറേ അധികം കൃഷ്ണനും രാധയും ഒക്കെയുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും. ഇവിടെ കുട്ടികളെല്ലാം കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാരെല്ലാം ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. കുറേ പേര് വാശി പിടിക്കുന്നുണ്ട്. അത്രയും ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇവിടെ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരും അതോടൊപ്പം കാത്തിരിക്കുകയാവും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. രേണുക, അതോടൊപ്പം വിജയ, ഏകദേശം എത്ര മണിയാകുമ്പോൾ ഈ ഒരു ഘോഷയാത്ര തുടങ്ങും എന്ന ഒരു കാര്യത്തിൽ വ്യക്തത വന്നു? നേരത്തെ 4 മണിക്കാണ് ഘോഷയാത്ര എറണാകുളം ടൗൺ ഹാളിൽ നിന്നും ആരംഭിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ ചൂട് വളരെയധികം കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏകദേശം 4:45 കൂടി തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. 5 മണിയോട് കൂടി തന്നെ ആഘോഷങ്ങൾക്കെല്ലാം തുടക്കമാവുകയും മേജർ രവി സാറാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ഒരു ശോഭയാത്രയുടെ. അപ്പോൾ എന്തായാലും അതിനുശേഷം ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കമാകും. ഏകദേശം 7 മണിയോട് കൂടി തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് സമാപനത്തിനായി ഈ ഒരു ശോഭയാത്ര എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രേണുക, എന്തായാലും നാടെങ്ങും ഇപ്പോൾ വൃന്ദാവനത്തിൻ്റെ ആഘോഷത്തിലാണ്, വൃന്ദാവനമാക്കാനുള്ള ഒരു ആഘോഷത്തിലാണ് നാടെങ്ങും എന്ന് വേണം പറയാൻ. എറണാകുളം ടൗണിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര ഉടൻ നടക്കും. എന്തായാലും കുഞ്ഞു രാധന്മാരും കുഞ്ഞു കൃഷ്ണന്മാരും ഭാരതാംബയും അടക്കമുള്ള എല്ലാവരും ഇപ്പോൾ വേഷമൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരന്മാരായും സുന്ദരിമാരായും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കുഞ്ഞു കുട്ടികളടക്കമുള്ള എല്ലാവരും ഉണ്ട് ഈ ഘോഷയാത്രയിൽ. അതോടൊപ്പം തന്നെ ഈ പാത്രങ്ങളിലൊക്കെയുള്ള താലപ്പൊലിയും അതോടൊപ്പം തന്നെ ഈ പഴങ്ങളും കൃഷ്ണൻ ഇഷ്ടമുള്ള പഴങ്ങളും താലപ്പൊലിയും ഒക്കെ എടുത്ത് ഘോഷയാത്ര ഗംഭീരമാക്കുകയാണ്. ഏകദേശം 5 മണിയോടുകൂടി തന്നെ ഇപ്പോൾ എന്തായാലും ഘോഷയാത്ര എറണാകുളത്തെ ടൗൺ ഹാളിൽ നിന്നും ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര ഏകദേശം 5 മണിയോട് തന്നെ ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഉച്ച കഴിയുന്നതോടെ തന്നെ കുട്ടികൃഷ്ണന്മാരും രാധമാരും ഒക്കെ വേഷമണിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ഇനി ടാബ്ലോയുടെ സഹായത്തോടെ കൃത്യമായ രീതിയിൽ രാധമാരും കൃഷ്ണന്മാരും 2 ജോഡികളായും അതോടൊപ്പം തന്നെ ടാബ്ലോകളും ഡാൻസുകളും ഉൾപ്പെടെയുള്ള ഒരു ഗംഭീരമായ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇനി എറണാകുളം ടൗൺ ഹാളിൽ നടക്കാൻ പോകുന്നത്. വിജിതയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൃഷ്ണജയന്തി അവിടെ ഗംഭീരമാവുകയാണ്. കൃഷ്ണന്മാരും രാധമാരുമായെല്ലാം ഇപ്പോൾ എറണാകുളം വീതിയും വളരെ സന്തോഷത്തിലാണ്. മുത്തുമണികളൊക്കെ അണിഞ്ഞ് കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞ് കൃഷ്ണന്മാരും ഇപ്പോൾ ഗംഭീരമായി തന്നെ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. ഏറ്റവും മധുരിക്കും ഒരു ഓർമ്മ തന്നെയാണ് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന് വേണം എടുത്തു പറയാൻ.
രാവിലെയോട് തന്നെ എല്ലാ കുട്ടികളും ഇന്ന് എന്തായാലും അവധി ദിവസമാണ്. രാവിലെയോട് തന്നെ എല്ലാവരും റെഡിയായി അമ്പലത്തിലെല്ലാം പോയി പ്രാർത്ഥിച്ച് പ്രത്യേകമായി ഭക്ഷണമൊക്കെ കഴിച്ച്, അതോടൊപ്പം തന്നെ പ്രത്യേകമായും പെൺകുട്ടികളെ സംബന്ധിച്ചോളം കൃഷ്ണൻ വേഷം ഇടാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുമുണ്ട്. അതോടൊപ്പം തന്നെ രാധവേഷം അണിഞ്ഞു നിൽക്കുന്നവരുമുണ്ട്. കുട്ടിക്കൃഷ്ണന്മാർ ചിലവർ പ്രാർത്ഥനയുടെ ഭാഗമായൊക്കെ കൈക്കുഞ്ഞുങ്ങളെ വരെ കുട്ടിക്കൃഷ്ണനായി ഒരുക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വെണ്ണയൊക്കെ കഴിച്ച കുഞ്ഞുകുട്ടി കൃഷ്ണന്മാരെയൊക്കെ ഇപ്പോൾ എന്തായാലും എല്ലാ തെരുവ് വീതിയിലും കാണാൻ കൃത്യമായ രീതിയിൽ വേഷങ്ങളെല്ലാം അണിഞ്ഞ് മാലകളൊക്കെ ധരിച്ച ഓടക്കുഴലൊക്കെ പിടിച്ചു നിൽക്കുന്ന കൃഷ്ണന്മാരെയാണ് ഇപ്പോൾ എറണാകുളത്തെ ടൗൺ ഹാളിലെ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഘോഷയാത്രയിലും നമ്മൾ ഇന്ന് കണ്ടത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വിജിതയും നമ്മളോടൊപ്പം തന്നെ ചേരും. കൊച്ചിയിലെ വീതികളിൽ വൃന്ദാവനമാക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ഉള്ളത്. എന്തായാലും ഗംഭീരമായ ആഘോഷങ്ങളാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ജാതി മതഭേദമന്യേ എന്ന് തന്നെ പറയണം. ഇതിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള ഒരു നഗരത്ത് ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ളവർ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി തന്നെ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പ് വിജിത കാണിച്ച ദൃശ്യങ്ങളിൽ പോലും വളരെ വ്യക്തമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പോരും ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയിൽ ഭാഗമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മേജർ രവിയുടെ വാക്കുകളും വളരെ അർത്ഥവത്തായ വരികൾ എന്ന് വേണം പറയാൻ. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടം തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ. ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ആ ഒരു കാലഘട്ടത്തേക്ക് എത്തിപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി വിജിത തന്നെ ചേരുന്നുണ്ട്. വിജിത, ഇപ്പോൾ എന്താണ് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ? രേണുക, എന്തായാലും 5 മണിയോട് കൂടിയാണ് ഇവിടെ ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരുപാടധികം കൃഷ്ണന്മാരും രാധികമാരും ഒക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കുഞ്ഞ് കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ വളരെ സുന്ദരന്മാരും ഒക്കെയായി ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ 1ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ ഒരു കൃഷ്ണന്റെ രൂപത്തിൽ എത്തിയത് നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷവും അതിൻ്റെ ഒപ്പം തന്നെ വളരെ ഒരു കൗതുകമാണ് കുട്ടികളുടെ അടുത്ത് തോന്നുന്നത്. കാരണം ശരിക്കും കൃഷ്ണൻ ഇറങ്ങി വന്നതുപോലെ എന്നൊക്കെ തോന്നില്ലേ? അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഓരോരുത്തരും ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഭാരതാംബയുണ്ട്, അതോടൊപ്പം കൃഷ്ണനുണ്ട്, ഗോപികമാരുണ്ട്, ഹനുമാന്റെ വേഷം ധരിച്ച കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കളർഫുൾ ഘോഷയാത്രയാണ്. ഇവിടെ ഓരോ ഭാഗത്തു നിന്നും വന്നവരാണ് ഓരോ ഭാഗത്തായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് വന്നവരാണ്, അതുപോലെ തന്നെ കുറേ അധികം ഭാഗങ്ങളിലായി നിന്ന് വന്നവരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇനി എല്ലാവരും കൂടിയാണ് ഇവിടുന്ന് ഒരു ശോഭയാത്രയായിട്ട് യാത്ര പുറപ്പെടുക. സമാപനം എന്ന് പറയുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലാണ്. ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ് ഇതിന്റെ ഒരു സമാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഇനി ഈ ഒരു ഉദ്ഘാടനത്തിന് ഉള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് എല്ലാവരും കൂടി ശോഭയാത്ര ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നമ്മുടെ അടുത്ത് മേജർ രവി സാർ അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. പറഞ്ഞതുപോലെ ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു പ്രായത്തിൽ തന്നെ തുടർന്നു പോവുക എന്നത് തന്നെയാണ് അതിലും നല്ലൊരു കാര്യം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മേജർ രവി സാർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കുറേ അധികം നേരത്തെ നമുക്ക് കൃഷ്ണനും രാധയൊക്കെ പാട്ടുപാടി തരുന്ന ഒരു കാര്യമെല്ലാം ഉണ്ടായി. എന്തായാലും എല്ലാവരും ആഘോഷ തിമിർപ്പിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭജനയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണനും കൂടെ എല്ലാവരുമായി ഭജനയെല്ലാം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആഘോഷ തിമിർപ്പുകൾ അവിടെ വേറെ നടക്കുന്നുണ്ട്. വളരെ മനോഹരമായി ചുവട് വെച്ച് ആസ്വദിച്ച് ഒരു നൃത്തം ചെയ്യുന്ന കൃഷ്ണനും രാധയുമാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് തൊട്ട് കേൾക്കുന്ന കഥകളും എല്ലാം കൃഷ്ണലീലകളും എല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അതിലെല്ലാം തന്നെ നമുക്ക് വർണ്ണിച്ചു വെച്ച ഒരു കൃഷ്ണനുണ്ട്. ആ ഒരു കൃഷ്ണന്റെ രൂപം തന്നെയാണ് ഇവിടെ പല കുട്ടികളുടെ മുഖത്തും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ ഒരു കൃഷ്ണൻ രാധയും ഇവിടെ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആഘോഷത്തിന് ഒട്ടും കുറവില്ല. വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഘോഷയാത്രയുടെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളെല്ലാം എറണാകുളം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ
ഘോഷയാത്ര നടക്കുന്ന കേരളത്തിൽ പല ഭാഗങ്ങളിലായി നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ എറണാകുളത്തും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 421 കേന്ദ്രങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ ശോഭയാത്രകൾ നടക്കുന്നത്. എന്തായാലും രാധാകൃഷ്ണ വേഷമണിഞ്ഞ ഒരുപാടധികം ദ്വാപരയുഗ സ്മരണകളെല്ലാം ഉണർത്തി നടക്കുന്ന ശോഭയാത്രകളിൽ ആയിരക്കണക്കിന് ശ്രീകൃഷ്ണ ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുക. എന്തായാലും ഒരുപാടധികം ഈ ഒരു 4:45 ആരംഭിക്കാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേജർ രവി സാറാണ്, പ്രശസ്ത നടനും സംവിധായകനുമായ എല്ലാമായ മേജർ രവിയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ നിർവഹിക്കുന്നതിന് ശേഷമാണ് ഈ ഒരു ശോഭയാത്ര ഇവിടെ നിന്നും ആരംഭിക്കുക. എന്തായാലും ഈ ഒരു ജില്ലാതല ഉദ്ഘാടനം വിഗ്രഹത്തിൽ മാല ചാർത്തിയാണ് ഉദ്ഘാടനം നടക്കുക. അതിൻ്റെ ഒരു ചടങ്ങുകളെല്ലാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ ഈ ഒരു ചടങ്ങുകളെല്ലാം ചെയ്യുന്ന ഒരു തിരക്കിലാണ്, ചടങ്ങുകളെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനു ശേഷം എറണാകുളം പരമാരദേവി ക്ഷേത്രം, അയ്യപ്പൻകാവ് ക്ഷേത്രം, രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീ കുമാരേശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലൊക്കെ തന്നെ ശോഭയാത്രകൾ ആരംഭിക്കുന്നുണ്ട്. എന്തായാലും വാദ്യമേളങ്ങളും ഉറിയടിയും അതേപോലെ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വർണ്ണശബളമായിട്ടുള്ള ഒരു ശോഭയാത്ര തന്നെയാണ് ജോസ് ജംഗ്ഷനിൽ സംഗമിക്കാനായി പോകുന്നത്. ഇവിടെ നിന്നെല്ലാം പല ഭാഗങ്ങളിൽ നിന്നായി ആരംഭിക്കുന്ന ഈ ഒരു ശോഭയാത്ര ജോസ് ജംഗ്ഷനിലാണ് എല്ലാവരും കൂടി സംഗമിക്കുന്നത്. ആ ഒരു സംഗമത്തിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. കാരണം അത് അത്രയും വർണ്ണശബളമാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം എല്ലാ ഭാഗത്തു നിന്നും വന്നു നിൽക്കുന്ന ഈ ഒരു രാധാകൃഷ്ണന്മാരെല്ലാം ഒരുമിച്ച് ഒരു വലിയ മഹാശോഭയാത്രയായി മാറുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രേക്ഷകരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എറണാകുളം ശിവക്ഷേത്ര മൈതാനിയിലൂടെ ദർബാർ ഹാളിൽ 7 മണിയോടെയാണ് ഈ ഒരു ശോഭയാത്ര സമാപിക്കുക. തൃക്കാക്കര, ഇടപ്പള്ളി, ചോറ്റാനിക്കര, പുത്തൻകുരിശ്, മുളന്തുരുത്തി തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിലാണ് ബാലഗോകുലം ശോഭയാത്രകളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ശോഭയാത്രയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഹിന്ദു വിശ്വാസപ്രകാരമെല്ലാം ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയായിട്ടാണ്, ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹിന്ദുത്വ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് അഷ്ടമി രോഹിണി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നെല്ലാം പറയുന്നത്. വളരെയധികം മംഗളകർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ്. ശ്രീകൃഷ്ണനെ സാക്ഷി നിർത്തി ഇപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. മേജർ രവിയാണ് എറണാകുളത്തെ ഘോഷയാത്രയുടെ, ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കുഞ്ഞ് കൃഷ്ണന്മാരും രാധമാരുമെല്ലാം ചുവട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗംഭീരമായ ഒരു ഘോഷയാത്ര തന്നെയാണ് നടക്കാൻ പോകുന്നത്. നിരവധി വേഷങ്ങളൊക്കെ അണിഞ്ഞ് കൃഷ്ണന്മാരും രാധമാരും ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുലിക്കളികൾ അടക്കമുള്ള കളികളും ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും എറണാകുളത്തെ ഇപ്പോൾ ഗംഭീരമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ തന്നെ എന്തായാലും ഇപ്പോൾ എറണാകുളത്തെ ഘോഷയാത്ര നടക്കുന്നതാണ്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ദീപ്തി ചേരും.